എല്ലാവർക്കും നമസ്കാരം. ഗംഗാ സമതലത്തിലേക്ക് എന്ന അധ്യായത്തിൽ മഗധ എന്ന മഹാജനപദത്തെക്കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ അടുത്ത അധ്യായമായിട്ടുള്ള മഗധ മുതൽ താനേശ്വരം വരെ എന്ന അധ്യായം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മഗധ സാമ്രാജ്യത്തെക്കുറിച്ച്, അതുപോലെ ചന്ദ്രഗുപ്ത ഭരണം, സപ്താംഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ സപ്താംഗങ്ങൾ എന്താണ്, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണകാലം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായിട്ടുള്ള മൗര്യ സാമ്രാജ്യം ഉയർന്നു വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് അതിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അവിടുത്തെ രാജഭരണത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ രാജാവിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. വർണ്ണാഭമായ എഴുന്നള്ളിപ്പോടെയാണ് രാജാവ് പ്രജകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാജാവിനെ സുവർണ പല്ലക്കിലാണ് എഴുന്നള്ളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്. പരിശീലിച്ച തത്തകളിരിക്കുന്ന വൃക്ഷശിഖരങ്ങൾ ചിലർ വഹിച്ചുകൊണ്ട് നടക്കുന്നു. രാജാവിന് ചുറ്റും ആയുധധാരികളായ വനിതകൾ അംഗരക്ഷകരായി എപ്പോഴും ഉണ്ടാവും. ഏത് സമയവും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമെന്ന് രാജാവ് ഭയപ്പെടുന്നു. അംഗരക്ഷകർ രുചിച്ചതിനു ശേഷമേ രാജാവ് ഭക്ഷണം കഴിക്കാറുള്ളൂ. 2 രാത്രികൾ തുടർച്ചയായി ഒരേ സ്ഥലത്ത് രാജാവ് ഉറങ്ങുന്നില്ല. മെഗസ്തനീസ് എന്ന് പറയുന്ന സൈന്യാധിപൻ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അവിടുത്തെ ഒരു രാജാവിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനം, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുക, ഈ ഒരു ലേഖനം അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കുറിപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ രാജാവിനെ കുറിച്ചിട്ട്? രാജാവിന് എന്താണ്, ശക്തമായിട്ടുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയാണ്, സുവർണ പല്ലക്കിലായിരുന്നു അദ്ദേഹം എഴുന്നള്ളിയിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് അംഗരക്ഷകർ ആനകളുടെ മുകളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ചുറ്റും സൈന്യാധിപരുണ്ടായിരുന്നു, അംഗരക്ഷകരുണ്ടായിരുന്നു. അങ്ങനെ ആയുധധാരികളായിട്ടുള്ള വനിതകൾ അംഗരക്ഷകരായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കണ്ടു അല്ലേ? അപ്പോൾ ഇതിന്ന് മനസ്സിലാവുന്നത് എന്താണ്, രാജാവിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സംരക്ഷണം അവിടുന്ന് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരുപാട് അംഗരക്ഷകരെയും സൈന്യാധിപരെയൊക്കെ വയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് എന്ത് പറയാം, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മരണഭീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവനിൽ അദ്ദേഹത്തിന് വളരെയധികം പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അംഗരക്ഷകരെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, ഭയങ്കരമായിട്ടുള്ള ആഡംബരങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, സുവർണ പല്ലക്കിലാണ് അദ്ദേഹം വന്നിരുന്നത്. അതുപോലെ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, തത്തകളിരിക്കുന്ന വൃക്ഷശിഖരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ്, കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ആഡംബരത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സൂചന തരുന്ന വാക്കുകളാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുറിപ്പത്തിൽ നമുക്ക് അവിടുത്തെ രാജാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൗടില്യൻ അർത്ഥശാസ്ത്രം, ഇതൊക്കെ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, കൗടില്യനെയും അർത്ഥശാസ്ത്രത്തെയും കുറിച്ച്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രവിരുദ്ധനായി പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെയായാലും പൊടുന്നനെ നശിച്ചു പോകും. ആകയാൽ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. വിദ്യ കൊണ്ട് വിനയം നേടണം. സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കണം. അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മമുളവാക്കുന്ന ഇടപാട് എന്നിവ വർജിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യ ഭാഗത്തിൽ നമ്മൾ ഒരു രാജാവിനെ കുറിച്ച് മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ചെറിയൊരു
കുറിപ്പാണ് വായിച്ചത്. ഇവിടെ കൗടില്യൻ തൻ്റെ ഗ്രന്ഥമായിട്ടുള്ള അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് എഴുതിയതാണ് നമ്മൾ കണ്ടത്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണ് ഒരു രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു രാജാവ് എപ്പോഴും എന്താണ്? സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. അതായത് രാജാവ് എപ്പോഴും എന്താണ്? പ്രജകൾക്ക് മാതൃകയായിരിക്കണം. അതുപോലെ അദ്ദേഹം എപ്പോഴും എന്തായിരിക്കണം? ഒരുപാട് വിനയമുള്ളവനായിരിക്കണം. നമ്മളുടെ ജനങ്ങളുടെ പ്രീതി അദ്ദേഹം സമ്പാദിക്കണം. അതുപോലെ ഒരിക്കലും എന്തെങ്കിലും ഒരു മടിയോ അല്ലെങ്കിൽ അസത്യം പറയുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ അഹങ്കാരം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആർക്ക് പാടില്ല? ഒരു രാജാവിന് പാടില്ല. അപ്പോൾ ഈ 2 കുറിപ്പുകളാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് വായിച്ചത്. അതിൽ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഒരു രാജാവിൻ്റെ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ആ രാജാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, എങ്ങനെയുള്ള രാജാവായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കി. രണ്ടാമത്തേതായിട്ട് ഇവിടെ പറയുന്നത് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ എങ്ങനെയായിരിക്കണം ഒരു രാജാവ് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സപ്താംഗങ്ങളെ കുറിച്ചാണ്. എന്താണ് സപ്താംഗങ്ങൾ? ആരൊക്കെയാണ് സപ്താംഗങ്ങൾ? അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം, എന്താണ് സപ്താംഗങ്ങൾ? ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ 7 ഘടകങ്ങളെക്കുറിച്ച് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അവ സപ്താംഗങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ 7 ഘടകങ്ങൾ ഉള്ളവയെ മാത്രമേ രാഷ്ട്രമായി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം എന്താണ്? ഒരു രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളെ കുറിച്ചിട്ടാണ് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. ഈ 7 ഘടകങ്ങൾ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒന്നിനെ രാഷ്ട്രം എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് രാഷ്ട്രമാണ് എന്ന് പറയാൻ പറ്റുന്ന 7 ഘടകങ്ങൾ. ആ 7 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രാഷ്ട്രം എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 ഘടകങ്ങൾ എന്ന് നോക്കാം. ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്. അതാണ് സപ്താംഗങ്ങൾ. വലതുഭാഗത്ത് അതിൻ്റെ അർത്ഥങ്ങളും നൽകിയിട്ടുണ്ട്. സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഈ 7 എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്. സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഇതിൽ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? രാജാവ്. രാജാവിനെയാണ് സ്വാമി എന്ന് നമ്മൾ പറയുന്നത്. രാജാവ് എങ്ങനെയുള്ളവനായിരിക്കണം? അല്ലെങ്കിൽ രാജാവിൻ്റെ ധർമ്മം എന്താണ്? ധർമ്മ സംരക്ഷണം, രാജ്യത്തിൻ്റെ ജീവൻ, അതുപോലെ തന്നെ സുഖഭോഗങ്ങളിൽ മുഴുകാത്തവൻ. ഒരു രാജാവ് എപ്പോഴും എന്തായിരിക്കണം? അദ്ദേഹത്തിൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവനായിരിക്കണം. രാജ്യത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവനായും സംരക്ഷിക്കുന്നവനായിരിക്കണം. സുഖഭോഗങ്ങളിൽ മുഴുകാത്തവനായിരിക്കണം. ഇതാണ് ഒരു രാജാവിൻ്റെ ധർമ്മം. രണ്ടാമത്തെ സപ്താംഗമാണ് ആര്? അമാത്യൻ. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്നാണ് അമാത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അമാത്യൻ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള ആളാണ് ആര്? മന്ത്രി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താവണം? അദ്ദേഹം എപ്പോഴും പൊതുജന സമ്പർക്കമുള്ളവനായിരിക്കണം. അതായത് തൻ്റെ രാജ്യത്തിലത്തെ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രത്തിലത്തെ ജനങ്ങളുമായി എപ്പോഴും ഒരു വിനിമയമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഒരു സമ്പർക്കമുള്ളവനായിരിക്കണം. അവരുമായിട്ട് അടുത്തിടപഴകുന്നവനായിരിക്കണം ആര്? ഒരു മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എപ്പോഴും രാജാവിൻ്റെ അഭാവത്തിൽ പകരക്കാരനായിരിക്കണം. രാജാവിൻ്റെ അതേ ധർമ്മങ്ങളൊക്കെ ആരും സ്വീകരിക്കണം? മന്ത്രിയും സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതാണ് കോസ. കോസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഖജനാവ് അഥവാ നികുതി. നമുക്കറിയാം, ഖജനാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ നികുതി അടക്കമുള്ള എല്ലാ വരുമാനങ്ങളും സൂക്ഷിക്കുന്ന ആ ഒരു വലിയ കലവറയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖജനാവ് അഥവാ കോസ. നാലാമത്തേതാണ് ദണ്ഡ. ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായം. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന, നിയമസംരക്ഷണങ്ങളും നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദണ്ഡ അഥവാ നീതിന്യായം എന്ന് പറയുന്നത്. അടുത്തതാണ് ദുർഗം. ദുർഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈന്യം അല്ലെങ്കിൽ കോട്ട. അവിടുത്തെ സൈന്യത്തെയോ കോട്ടയെയാണ് എന്ത് പറയുന്നത്? ദുർഗം എന്ന് പറയുന്നത്.
ആറാമത്തേതാണ് മിത്രം. മിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യങ്ങൾ, അതായത് അയൽ രാജ്യങ്ങളുമായി സഖ്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അത്തരം അയൽ രാജ്യങ്ങളെ നമ്മൾ മിത്രം അഥവാ സഖ്യം എന്നൊക്കെ പറയും. ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുള്ള ജനപദം എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ നമുക്ക് എന്ത് പറയാം? ജനപദം എന്ന് പറയാനായിട്ട് പറ്റും. അതായത് അവിടുത്തെ നദികളായിക്കോട്ടെ, വനങ്ങളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനപദം എന്ന് പറയുന്നത്. അപ്പോൾ സപ്താംഗങ്ങൾ എന്താണെന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സപ്താംഗങ്ങൾ എന്താണ്? ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളെയാണ് സപ്താംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 7 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ രാഷ്ട്രം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഏതൊക്കെയായിരുന്നു ആ 7 ഘടകങ്ങൾ? സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഇത്രയും 7 എണ്ണമാണ് ആ സപ്താംഗത്തിൽപ്പെടുന്ന 7 ഘടകങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗടില്യനും അർത്ഥശാസ്ത്രവും. അതായത് ഈ സപ്താംഗങ്ങളെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നത്, അല്ലെങ്കിൽ സപ്താംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് കൗടില്യനാണ്. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കൗടില്യനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് അർത്ഥശാസ്ത്രം, അല്ലെങ്കിൽ ആരാണ് കൗടില്യൻ എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. തക്ഷശിലയിലെ അധ്യാപകനായിരുന്ന കൗടില്യൻ പിന്നീട് മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായി മാറി. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അദ്ദേഹം തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ സംഭാവന നൽകി. അദ്ദേഹം സംസ്കൃത ഭാഷയിൽ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രാജ്യഭരണത്തെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേശ്ശെയൊക്കെ ആരാണ് കൗടില്യൻ എന്നതിനെക്കുറിച്ചിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ പാഠഭാഗത്തിലൊക്കെ നമ്മൾ നമ്മുടെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗത്തിൽ ചാണക്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള ഇന്ത്യയുടെ സംഭാവന, ആ കൂട്ടത്തിൽ നമ്മൾ ചാണക്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ചാണക്യനെ കുറിച്ചിട്ട്. അദ്ദേഹം തന്നെയാണ് ആര്? നമ്മളിവിടെ പറയുന്ന കൗടില്യൻ. ഓക്കെ, അപ്പോൾ കൗടില്യൻ ആരായിരുന്നു എന്നാ പറഞ്ഞത്? ഏറ്റവും ആദ്യം അദ്ദേഹം തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു. അതായത് ബുദ്ധമത കേന്ദ്രം, അല്ലെങ്കിൽ ബുദ്ധമതത്തിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഏത്? തക്ഷശില. ഈ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായി പിന്നീട് മാറി. അദ്ദേഹത്തിന് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ചാണക്യൻ, വിഷ്ണുഗുപ്തൻ തുടങ്ങിയ പേരുകളിലും നമ്മുടെ കൗടില്യൻ അറിയപ്പെടുന്നുണ്ട്. അപ്പം അദ്ദേഹം പ്രധാനമായിട്ടും തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കൃത ഭാഷയിൽ എഴുതിയ ഗ്രന്ഥമാണിത്, അർത്ഥശാസ്ത്രം. ഈ അർത്ഥശാസ്ത്രത്തിലാണ് അദ്ദേഹം സപ്താംഗങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് നൽകുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്തിൻ്റെ ഇന്നത്തെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണം എങ്ങനെയായിരുന്നു? സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ വ്യവസ്ഥ. എന്താണ് സപ്താംഗങ്ങൾ? അതായത് നമ്മളുടെ ഈ 7 ഘടകങ്ങൾ, രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളായ സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണവ്യവസ്ഥയായിരുന്നു ആരുടേത്? ചന്ദ്രഗുപ്ത മൗര്യൻ്റേത്. ഇനി മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം. അതായത് ഇന്നത്തെ പാറ്റ്നയാണ് പണ്ടത്തെ പാടലീപുത്രം. ഈ പാടലീപുത്രമായിരുന്നു മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം. ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. ഭരണച്ചിലവിനായി പലതരം നികുതികൾ പിരിച്ചു. അപ്പം എങ്ങനെയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. പാടലീപുത്രമായിരുന്നു മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം. അദ്ദേഹം എങ്ങനെയായിരുന്നു രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത്? ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചു കീഴടക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ ചിലവിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പലതരത്തിലുള്ള നികുതികളൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിക്കാനായിട്ട് തുടങ്ങി. പല രാജ്യങ്ങളുമായി സഖ്യം സ്ഥാപിച്ചു. പ്രധാനമായും ഗ്രീക്ക് സൈന്യാധിപനായ സെലൂക്കസ് നിക്കറ്ററുമായി സഖ്യം സ്ഥാപിച്ചു. ഭരണത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരും നിരവധി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? അദ്ദേഹം അയൽ രാജ്യങ്ങളുമായിട്ട് സഖ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, മിത്രം അഥവാ സഖ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു.
പല രാജ്യങ്ങളുമായിട്ടും അദ്ദേഹം സഖ്യം സ്ഥാപിച്ചു. പ്രധാനമായിട്ടും ആരായിട്ടായിരുന്നു? ഗ്രീക്ക് സൈന്യാധിപനായിട്ടുള്ള സെലൂക്കസ് നിക്കറ്ററുമായിട്ടാണ് അദ്ദേഹം സഖ്യം സ്ഥാപിച്ചത്. ഈ സെലൂക്കസ് നിക്കറ്റർ എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് മെഗസ്തനീസിനെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അടുത്തേക്ക് അയച്ചത്. പിന്നെ ഇവിടെ ഭരണത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിക്കാൻ ഒരുപാട് മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയുമാണ് എന്ത് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇതിലെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. നമ്മൾ അതിനുശേഷം ഇങ്ങോട്ട് പറഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? സപ്താംഗങ്ങളുടെ ചെറിയ ചെറിയ സൂചനകളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പലതരം നികുതികൾ പിരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ സപ്താംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നികുതി, കോസ, ഖജനാവ് അഥവാ നികുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോസ എന്ന് പറയുന്നത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? ഒരു ഘടകമാണ് അല്ലേ, സപ്താംഗങ്ങളിലത്തെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സഖ്യം, മിത്രം, അതിനെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചു. അതുപോലെ തന്നെ എന്തായിരുന്നു? ഭരണത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ. നീതിന്യായം ഏതായിരുന്നു? നീതിന്യായം പറഞ്ഞത് ദണ്ഡ. അതുപോലെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കുള്ളതാണ്? രാജാവിനുള്ളത് തന്നെയാണ് ഭരണം. അതുപോലെ തന്നെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ അല്ലേ, നമ്മളുടെ അമാത്യനെയാണ് നമ്മൾ മന്ത്രിമാരല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരു ഘടകമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണം സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതായത് മൗര്യ സാമ്രാജ്യം അഥവാ മൗര്യ രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ആ ഒരു രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? 3 ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത്, രാജ്യം വളരെ വിസ്തൃതമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചതെന്ന്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ വിസ്തൃതമായപ്പോൾ ഒരു കാരണമായി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായി മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിയായിരുന്നു. രണ്ടാമത്തേത്, ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചു. അതായത് രാജാവ് മാത്രമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ ആ രാജ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു? രാജാവ് മാത്രമായിരുന്നു. ഒരു കേന്ദ്രീകൃത ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മൂന്നാമത്തേത്, രാജ്യത്തുടനീളം ഏകീകൃതമായ ഭരണ സമ്പ്രദായം നിലനിന്നു. അതായത് മുഴുവനായിട്ടും രാജാവിനാണ് മുഴുവൻ ഭരണം. ആ ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് മൗര്യ രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത 3 ഘടകങ്ങൾ. ഓക്കെ, ഇനി അങ്ങനെ ചന്ദ്രഗുപ്തൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അദ്ദേഹത്തിന് ശേഷം ബിന്ദുസാരൻ, അതുപോലെ തന്നെ അശോകൻ, ഇവരൊക്കെ എവിടെ വന്നു? ഈ ഒരു മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭരണം ഏറ്റെടുത്തിട്ട് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അശോക ചക്രവർത്തി എന്ത് ചെയ്തു? കലിംഗയും കാശ്മീരും ആക്രമിച്ച് വീണ്ടും മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അത് കാണിക്കുന്ന ഒരു ഭൂപടമാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വിസ്തൃതി ആര് വർദ്ധിപ്പിച്ചു? അശോക ചക്രവർത്തി വർദ്ധിപ്പിച്ചു. അതായത് കലിംഗയും കാശ്മീരും കീഴടക്കിയിട്ടാണ് അദ്ദേഹം വീണ്ടും മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പഠിച്ചത്. അതായത് ഏതൊക്കെയായിരുന്നു? ആദ്യം തന്നെ ഒരു രാജാവിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ കുറിപ്പ് നമ്മൾ വായിച്ചു. അതിനുശേഷം ശരിക്കും ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തുടർന്ന് എന്താണ് സപ്താംഗങ്ങൾ എന്ന് പഠിച്ചു. അതിനുശേഷം കൗടില്യനെയും അർത്ഥശാസ്ത്രത്തെയും കുറിച്ച് പരിചയപ്പെട്ടു. പിന്നീട് ചന്ദ്രഗുപ്തൻ്റെ ഭരണം, സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചന്ദ്രഗുപ്തൻ്റെ ഭരണത്തെക്കുറിച്ച് പഠിച്ചു. ഏറ്റവും അവസാനമായി മൗര്യരാജ്യം എങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായി മാറിയത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക്